Puripura Silks co-presents Let's Rock and Roll. Blockbuster partner MyG, co-powered by Dr. Moms. And cosmetic partner Dazzler Eternal. ഇന്ന് വരുന്നതൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണ്. അതുകൊണ്ട് അവർക്ക് അത്ര ഹൈപ്പ് കൊടുക്കട്ടെ. നമ്മൾ താഴെ പോകും. ഞാനും പലപ്പോഴായിട്ട് വിചാരിക്കും, കാരണം നിന്റെ ലുക്കൊക്കെ കുറഞ്ഞു വരിക ഇപ്പൊ. അല്ല എന്റെ കാരണം കൊണ്ടല്ല, മൊത്തത്തിൽ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്ര ബിൽഡപ്പ് കൊടുക്കണം. അതാണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം, സുസ്വാഗതം റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. ശ്രുതി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ശ്രുതിക്ക് ഇങ്ങനെ ജോന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് പൊക്കത്തിന്റെ പ്രശ്നം തോന്നുന്നുണ്ടോ? എനിക്ക് ഭയങ്കര ഹൈറ്റ് ഉള്ളവർ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഭർത്താവ് കേൾക്കണ്ട. ജോണിനെ കുറിച്ച് ആദ്യം തന്നെ പറയുമ്പോ നമ്മള് ഒരു ഡയലോഗാണ് ഓർമ്മ വരിക. കേരളത്തിലെ ആമ്പിളർക്ക് എന്തിനാണ് 6 pack? അത് ഈ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇംതിയാസ് അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും മാൻലി ആയിട്ടുള്ള മനുഷ്യന്മാർ ഒരാളാണ് അല്ലെ? മലയാള സിനിമയിലെ മലയാള സിനിമയിലാണ്. ഇനി സിജ പിന്നെ ഉണ്ടല്ലോ, കേരളത്തിലൊന്നും ജനിച്ച കുട്ടികളല്ല. ഞാൻ അങ്ങ് ഒമാനിൽ മസ്കറ്റിലാണല്ലോ, ഒമാനിലാണല്ലോ ശരിക്കും ഉണ്ടല്ലോ. മോഹൻലാലാണ് കാസനോവൽ അഭിനയിച്ചെങ്കിലും ആ പേരിന് കുറച്ചും കൂടി മറ്റേ യോഗ്യതയുള്ള ആളാണെന്ന് തോന്നുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, വെറുതെ നാട്ടിക്ക്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. ഇനി സറിയൂ, നമസ്കാരം. നമസ്കാരം. ഈ കൂട്ടത്തില് നമ്മൾ ഒരുമിച്ച് ഒരുപാട് TV ഷോ ചെയ്തിട്ടുള്ള ഒരാൾ. സറിയോ അപ്പൊ അത്രയും കുഞ്ഞിതല ടിവിയിലുണ്ടായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ടാണ്. യെസ്. സഞ്ജു, ലുക്കൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ടല്ലോ. എന്നെ പോലെ ആയിരിക്കും. മലയാള ഭാഷ അറിഞ്ഞുകൂടാത്ത ആളുടെ മുമ്പിൽ നമ്മൾ താടി കൊണ്ടുവച്ചു കൊടുത്താൽ ഇതുപോലെ ഇരിക്കും. അതുപോലെ ആയിരിക്കും അതല്ലേ? ഏകദേശം അതാണ്. ഇത് ലോക്ക്ഡൌണില് വളർത്തി മുടിയാണോ? ലോക്ക്ഡൌണിൽ ആകെ വളർന്നത് മാത്രമാണ്. നീ റേഡിയോയിൽ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ശ്രുതിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പിന്നെ സിജനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, ബോൾഗാട്ടി പാലസിൽ വെച്ച്. അല്ല, ഈ നടുക്ക് നിൽക്കുന്ന ഞാനുണ്ടൊരു ഈ ഫ്ലോറിലൊന്നല്ല, ഏത് ഫ്ലോറിൽ പോയാലും മാത്തുക്കുട്ടി ഏത് ഫ്ലോറിൽ പോയാലും പെൺകുട്ടികളെ മാത്രമേ അവന് കാണാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കലാപരിപാടികളിലേക്ക് കടക്കാം. മത്സരം തുടങ്ങാം. അതെ, മാത്തു 1 ലക്ഷം രൂപ ഞാൻ കൊടുത്താലോ? ഐശ്വര്യ കാശ് ആദ്യം അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ 3 ടീമുകളും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും കട്ടക്ക് നിൽക്കാനുള്ള ചാൻസ് എല്ലാ തരത്തിലും കാണുന്നുണ്ട്. നല്ല ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ്. അപ്പൊ നമ്മൾ 1ാമത്തെ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. 1ാമത്തെ റൗണ്ടിന്റെ പേര് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ കാണുന്നത് ഒരു സ്ക്രീനാണ്. ഈ സ്ക്രീനിന്റെ വലതുവശത്തേക്ക് ടീമിലെ ഒരു അംഗവും മറ്റൊരാൾ ഇടതുവശത്തും വന്ന് നിൽക്കണം. വലതുവശത്ത് നിൽക്കുന്ന ആളിന്റെ ചെവിയിൽ കല്ലു ഒരു പാട്ട് പറഞ്ഞു കൊടുക്കും. ആ പാട്ട് ഏതാണെന്ന് ഇടതുവശത്ത് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ആംഗ്യത്തിലൂടെ കാണിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. അതുകൊണ്ടങ്ങ് കല്ല് പറഞ്ഞ പ്രശ്നം സംഭവം പറഞ്ഞപ്പോ കല്ലു, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്നുള്ള ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബെറ്റ്. യെസ്. അപ്പൊ ടീം എ എത്ര രൂപയാണ് ഈ റൗണ്ടിന് വേണ്ടിയിട്ട് ബെറ്റ് വെക്കുന്നത്? ടീം എ 15, ടീം ബി 15, ടീം ബി 15, ടീം സി 15. ആ 15 പറഞ്ഞപ്പോൾ തിലകന്റെ മോഡുലേഷൻ ഒന്നിട്ടേ. തിരുമുറ്റത്ത് കൊച്ചുതോമ വക രൂപ 15,000. അപ്പോ 3 ടീമുകളും 15,000 രൂപ ബെറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോ ആര് ജയിച്ചാലും ആ 15,000 അവർക്ക് കിട്ടും. ബാക്കി 2 15,000 ഞാൻ തിരിച്ചു വാങ്ങിച്ചു വെക്കും. ടീം എയിൽ ആരാണ് സ്ക്രീനിന്റെ വലതുവശത്തേക്ക് പോകുന്നത്? അടി, come on.
ശ്രുതിയെ ജയിപ്പിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ഒരാള് മാത്രം പോരാ, ആ കൂട്ടത്തിൽ ജോൺ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇവിടെ വന്ന് നിന്നാൽ മാത്രമേ നമുക്ക് കളി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ, വിളിക്കണ്ടേ? നിങ്ങൾ ആക്രാന്തം കാണിക്കില്ല മനുഷ്യ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ വരുന്നു. റെഡി? വല വീശി വാള് എന്താണ്? എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ്? എന്റെ പേരല്ലേ ഇത്? ഒരു ആവേശത്തിൽ അങ്ങനെ ആയിപ്പോയതാ. അടുത്ത പാട്ട്. റെഡി? ലാലേട്ടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഓക്കെ. മറ്റേയാണോ മണിമുറ്റത്താവണിപ്പന്തൽ? ആണോ മണിമുറ്റത്താവണി? അല്ലേ? വളരെ ശരിയാ. മഞ്ചിച്ചകളോടോ അല്ലേ? ആ കറക്റ്റ് അല്ലേ? അതിന് അത് തന്നെ. അയ്യോ മറ്റേ ഗസ്ട്രോളിൽ അഭിനയിക്കുന്നത്. நான் சங்கரன் தம்பி. ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ഇവിടെ ജോണിന്റെ മുഖത്ത് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ സങ്കടം കാണണമെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് നോക്കിയാൽ. ഞാൻ അതുകൊണ്ടാണ് മടിച്ചത്. ശ്രുതി വന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നെന്ന് അറിയാമോ? ആകെ ഒരു പാട്ട് മാത്രമേ ജയിച്ചോളൂ. ശരിക്കും ജോണിന് ആ പാട്ട് കിട്ടി. സിമ്പിൾ അല്ലേ? പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ പോയി ഡാൻസ് ചെയ്യും. അതാണ് ഞാൻ അതാ പറയാൻ വന്നേ. ശരി, അപ്പൊ എന്തായാലും ഒന്ന് നേടിയിട്ട് അവര് തിരിച്ച് പൊസിഷനിലേക്ക് പോവാണ്. ചെന്ന് അവിടെ നിൽക്കുക. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ടീമിൽ വിളിച്ചു. സിജയ്ക്ക് ഓക്കെ ആണെന്ന് ഞാൻ ഞാൻ സമ്മതിക്കില്ല. ഇരുന്നാ മതി. കൺഫ്യൂഷൻ തീർക്കണമേ. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ലാലേട്ടൻ. സംരംഭത്തിലേമാണോ? അതിലെ പാട്ടാണോ? പാട്ടാണോ? വേറെ പാട്ടാ. വേറെ വേറെ. ഇത് തമിഴ ഇങ്ങനെ കൺഫ്യൂഷൻ തീർക്കണേ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനെ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനെ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. ഈ എന്തോ ഒരു പഴഞ്ചൊല്ലില്ല, കൊതുകിനും ഇല്ല കൃമിയുടെ അങ്ങനത്തെ. റെഡി? ഗെറ്റ് സെറ്റ് ഗോ. ഫിഷ്. ഫസ്റ്റ് വാക്ക് പുരുഷാണോ? പള്ളി 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 വാള്. മൂന്നാമത്തെ വട്ടം കണ്ണാടി വട്ടം. എന്താണ് ജോൺ കാണിച്ച പാട്ട്? ആ രണ്ട് വാക്ക് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? പറയരുത്. പള്ളി കയ്യിലേന്തും തമ്പൂരട്ടെ, നല്ല ചെല്ലത്തിന് മുമ്പിൽ ചെന്ന് കളി കളി തുടങ്ങി. അങ്ങനെ ഇനി ഞാനും മറന്നിടാം, നല്ല ക്ഷണം മറന്നിടാം, മറന്നിടുക പ്രീതി.
അപ്പൊ എന്തായാലും 2 പാട്ട് വിജയകരമായി കണ്ടുപിടിച്ചിരിക്കുന്നു ടീം ബി. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീം ബി പോയിട്ട് ടീം സി വരൂ. കുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം 3, 2, 1 സ്റ്റാർട്ട്. ലാലേട്ടൻ. ആ പൊട്ട് പൊട്ട്. ആ സാരി ഉടു പൊട്ടുകുത്തടി പുടവ ചുറ്റടി. കുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം ചീത പെണ്ണെ ചിക്ക ചിക്കാം മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചീത പെണ്ണെ ചിക്ക ചിക്കാം. രണ്ടാമത്തെ പാട്ട് കൊടുക്ക്. ഒരു കിളി പാട്ട് മൂളവേ. 3, 2, 1 സ്റ്റാർട്ട്. ഒന്നാമത്തെ വാക്ക്. 1 2 1 കഴിഞ്ഞിട്ടോ. ഒന്നിന്റെ വേറെ വാക്ക്. ഒന്നിന്റെ വേറെ. 1 1 2. ആ ഒരു കിളി ഇരുകിളി കിളി ഒരു കിളി. ആ രണ്ടാമത്തെ വാക്ക്. മൂന്നാമത്തത്. ആ ഒരു കിളി പാട്ട് മൂളവേ. ഒരു കിളി പാട്ട് മൂളവേ മറുകിളിയേറ്റ് പാടുമോ. കല്ലു വാശിയേറിയ മത്സരമായിരുന്നു. ഒന്നാമത്തെ സ്ഥാനാർത്ഥികളാണ് കുറച്ചൊന്ന് പിന്നി പോയത്. പക്ഷെ 2ഉം 3ഉം കട്ടക്കി പിടിച്ചു നിന്നു. 2 ടീമുകളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇനി ഇവർ തമ്മിൽ ഉള്ള ഒരു മത്സരത്തിന്റെ ഒരു ഘടന വെച്ച് നോക്കി കഴിഞ്ഞാൽ ടൈം ആയിരിക്കും അല്ലെ. ഈ സമയത്തിൽ അതായത് കുറഞ്ഞ സമയത്തിൽ ആരാണ് 2 പാട്ടുകളും പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത്. ഒരു ടീം, അത് ഏത് ടീമാണ് ഞാൻ പറഞ്ഞില്ല, ആ ടീം 56 സെക്കൻഡിലാണ് കറക്റ്റ് ആയിട്ട് സംഭവങ്ങൾ പറഞ്ഞത്. പക്ഷെ അടുത്ത ടീം 1 മിനിറ്റും 20 സെക്കൻഡിലുമാണ് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതായത് 56 സെക്കൻഡിൽ പറഞ്ഞ ടീമാണ് വിജയി. ആ ടീം നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം സി. അപ്പൊ ഈ റൗണ്ടിലെ കാശ്, ഈ റൗണ്ടിലെ തൊട്ട്, ഈ റൗണ്ടിലെ മണി സ്വന്തമാക്കിയിരിക്കുന്നു ടീം സി. കാശ് പണ കൊട്ട് മണി മണി. കാശ് പണ കൊട്ട് മണി മണി. കാശ് പണ കൊട്ട് മണി മണി. കാശ് പണ கொட்டு மணி மணி. கொடை பிடிச்சி நைட்டுல பறக்க போற ஹைட்டுல தலை காலு பொரியல தலை கீழா நடக்கிற. காசு பணம் தொட்டு மணி மணி. കാശ് പണ തൊട്ട് മണി മണി. മാധു, നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി അതിഗംഭീരമായ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകുന്നു. എന്റെ ഫേവറേറ്റ് റൗണ്ട് ആണിത്. അതെ, കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ഒരു തരിപ്പുണ്ടാക്കുന്ന നമ്മുടെ ഈ റൗണ്ടിന്റെ പേര് കിളി പോയി. മാധു, അടുത്ത റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഇവരുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് ഞാൻ പറയാം. 85,000 ടീമേ, 85,000 ടീം ബി, 1 ലക്ഷം ടീം സി. നമ്മുടെ അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവാണ്. ഇത് ടീമിൽ ഒരാൾക്ക് നമ്മളൊരു സിംഹാസനം തരും, ഒരാൾക്ക് നമ്മളൊരു കിരീടം തരും. ഈ സിംഹാസനം എന്ന് പറയുന്നത് തരിപ്പ് സിംഹാസനമാണ്. ചെറിയൊരു തരിപ്പ് തരും, നിങ്ങൾ ഇരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മുടെ ഈ കിരീടം എന്ന് പറയുന്നത് മൈജിയുടെ ഹെഡ്ഫോൺ ആണ്. അത് നമ്മൾ പാട്ട് വെച്ച് തരും, അത് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്ക് കല്ലു ഒരു പാട്ട് പറഞ്ഞു കൊടുക്കും. ആ പാട്ട് ഏതാണെന്ന് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കും. ആ പാട്ട് ഏതാണെന്ന് പറയണം, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഈ റൗണ്ടിൽ വിജയിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വെക്കുന്നതിന്റെ 2 ഇരട്ടിയാണ് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നത്. ടീം എ എത്ര രൂപയാണ് വെക്കാൻ പോകുന്നത്? 5,000 15,000 മിനിമം വെക്കണം. വെച്ച് അയ്യോ 85,000 രൂപയ്ക്കുള്ള ഞാനൊരു 20 വെച്ച് 20. ടീം എ 20 ഉറപ്പിച്ചിരിക്കുന്നു. ടീം ബി 20. ഇനി സരയു 20. അല്ല, സരയുടെ ബുക്കൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ തകർക്കാൻ പോവായിരിക്കും. അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ജയിച്ച ടീമായിട്ടുള്ള ടീം സി സരയിനെല്ലാം കേൾക്കാലോ. റെഡി, 1 2 3. മെല്ലെ ഒന്ന് പാടി നിന്നെ, മെല്ലെ ഒന്ന് പാടി നിന്നെ.
പാടി നിന്നെ. എന്നെ ഒന്ന് പാടുന്നത് ഞാനും ഉണ്ടാവും. ഓക്കെ അയ്യോ പാട്. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി. ഞാനും എന്റെ ആളും ഞാനും എന്റെ ആളും 40 പേരും ഞാനും എന്റെ ആളും 40 പേരും ഞാനും എന്റെ ആളും 40 പേരും. കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. സാറേ സാമ്പാറേ എന്റെ ചെവി പൊട്ടിപ്പോകും പറ. സാറേ സാമ്പാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാമ്പാറേ സാറിന്റെ വീട്ടില് കല്യാണം. പറയ്. സാറേ സാമ്പാറേ. സാമ്പാറോ? അല്ല അവിയല് സാമ്പാറില്ല സാറിന്റെ വീട്ടില് സാറേ സാമ്പാറേ. ശരി ശരി അയില മത്തി ചൂര ചാള. കാണിക്ക്. അയില മത്തി ചൂര ചാള. അയില മീൻ. അയില മത്തി ചൂര ചാള. അയില മത്തി അയില 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 ഇങ്ങോട്ട് നോക്കണോ? അയില ഇല്ല. അയില അയില അയില. ഞാൻ പറയുന്നില്ല കാണിക്ക്. അയില മത്തി മത്തി 10 മത്തി 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 അയില വറുത്തതുണ്ട്. അയില മത്തി അയില വറുത്തതുണ്ട്. അയില മത്തി ചൂര ചാള. പറ. അയില മത്തി ചൂര. കാത്തിരിപ്പൂ കൺമണി. കാത്തിരിപ്പൂ കാത്തിരിപ്പൂ കൺമണി. കാത്തിരിപ്പൂ കൺമണി. ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അവള് വേണ്ട ഇവള് വേണ്ട വേണ്ട അവള് വേണ്ട. മുരുക പുലി മുരുക 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 പുലി മുരുക പുലി മുരുക. 10ൽ 10 പാട്ടുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് വലിയ കൈ കൊടുക്കാം. ആരാണ് പറഞ്ഞ എനിക്ക് ഷോക്ക് അടിച്ചാൽ എക്സ്പ്രഷൻ വരില്ല. ശരി അപ്പൊ എന്തായാലും ടീം സി അവരുടെ പോഡിയത്തിലേക്ക് പോവാണ്. ഒരു കൈ കൊടുത്തോ. കല്ലു നമുക്ക് രണ്ടാമത്തെ ടീം ബി എന്ന് തന്നെ വിളിച്ചാലോ? ടീം ബിയെ വിളിക്കാം. ഓക്കെ. അപ്പൊ ഈ കൂട്ടത്തിൽ ആരാണ് തരിപ്പ് കസേരയിൽ ഇരിക്കുന്നത്? ലിപ്സ്റ്റിക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. വരൂ. സ്ഥിതി ഉണ്ടല്ലോ ഈ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത ഒരാളാണ്. എന്ത് രസല്ലേ. അടിപൊളി. ഈ കസേരയിൽ ഇരുന്നിട്ട് രമ്യ കൃഷ്ണനൊക്കെ ഇരിക്കുന്ന സ്ഥിതി. ഇത് നിങ്ങൾ മുമ്പും പറഞ്ഞായിരുന്നല്ലോ ആരോ വന്നപ്പോ. അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എപ്പിസോഡ് കുറച്ച് മാറ്റി പറ. പൂച്ച പെണ്ണെ പുലി പൂച്ച പെണ്ണെ. I love you. I love you baby. എനിക്ക് അറിയാവുന്നതല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. Baby. എനിക്കൊരു പെൺകുട്ടി. പെൺകുട്ടി. പാട്ടാലോചിക്ക്. പാട്ട് എനിക്കൊരു പെൺകുട്ടി. പെണ്ണുണ്ട്. എനിക്ക് മയിലായി പറന്നു ഞാനൊരു പാട്ട് പാടാം. ഞാനൊരു പാട്ട് പാടാം. ഒരു കിളി പാട്ടുമൂളവേ. ഒരു കിളി പാട്ടുമുള്ളവേ. പട്ടി കടിക്കല്ലേ വീട്ടുകാരെ. പട്ടി.
കടിക്കല്ലേ പട്ടി കടിക്കല്ലേ കടിക്കരുത് പട്ടി കടിക്കല്ലേ വീട്ടുകാരെ വീട്ടുകാരെ വീട് വീട് കാറ് കാറല്ല ബൈക്ക് കടിക്കല്ലേ വീട്ടുകാര് മേലെ പൂമല മേലെ പൂമല മലയാണോ മേലെ മേലെ പൂമല. അത് തന്നെ അടുപ്പാമ്പേ ആടാടുപ്പാമ്പേ ആടുപാമ്പേ പുനന്തേട് പാമ്പേ ആടുപാമ്പോ ആടുപാമ്പേ കല്ലു, ഈ കൂട്ടത്തിൽ ആർക്കാണ് കുറച്ച് തരിപ്പ് കുറവുള്ളത്? തരിപ്പ് ആവശ്യമുള്ളത് എന്നാണോ? അതല്ല, ആദ്യം തന്നെ ഈ തരിപ്പ് സിംഹാസനം എന്ന് പറഞ്ഞ പാട് തന്നെ ജോൺ പ്രഖ്യാപിച്ചു ഞാനിതിലില്ല, ഞാൻ ആ കസേരയിൽ ഇരിക്കൂല എന്ന് പ്രഖ്യാപിച്ചു. ശ്രുതി, ഞാൻ ഷോക്ക് അടിച്ച് മരിച്ചാൽ പോലെ ഒരു പാട്ടിയും മനുഷ്യൻ കണ്ടുപിടിക്കും. വരൂ. കല്ലു, ഈ ശ്രുതി എന്നാണല്ലോ പേര്. ശ്രുതിയുടെ താളം തെറ്റുന്ന എങ്ങനെയാന്ന് പറയാൻ പറ്റും. അതെ, സർവ്വശ്രുതി പോകുന്നൊരു വകുപ്പാണ് കൈകിട്ടിയിരിക്കുന്നത്. അതെ അതെ അതെ. ശരി, നമുക്ക് തുടങ്ങാം. റെഡി, 1 2 3. കളിപ്പാട്ടം. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുൻ കളിപ്പാട്ടമായി അടിപൊളി. പഴം താ പഴം 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 പഴല്ലേ മുറിച്ചതിന്റെ പഴം പഴം തമിപ്പാ ആദ്യമായി കണ്ണാടി ആദ്യമായൻ ബാഹ്യരൂപം കണ്ണാടി ആദ്യമായ കണ്ണാടി ഓലത്തുമ്പത്തിരുന്നു 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 ഞാൻ പമ്പരം കിലുകിൽ പമ്പരം. കണ്ടു തിരുവാവണിരാവ് തിരുവാവണിരാവ്. തേനും പായം. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ എക്സ്പ്രഷൻ ആണ്. പഴം തിന്നുന്ന മാത്തു, എല്ലാവരും എല്ലാ പാട്ടും പറഞ്ഞ സ്ഥിതിക്ക് ഇനി സമയം വെച്ച് നോക്കേണ്ടി വരും. 3 മിനിറ്റാണ് നമ്മൾ ഇതിനകത്ത് സമയം കൊടുത്തിരുന്നത്. പക്ഷെ 2 ടീമുകൾ 3 മിനിറ്റ് കവർ ചെയ്തിട്ടാണ് ആ മൊത്തം പാട്ടുകളും പറഞ്ഞത്. പക്ഷെ ഒരു ഒറ്റ ടീം മാത്രം 2 മിനിറ്റും 10 സെക്കൻഡും എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഇത് പറഞ്ഞു. അതേത് ടീം? ആ ടീം മറ്റാരുമല്ല, ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റ് ഉള്ള ടീം ഏതാണ്? ആ ടീമാണ് ഇപ്പൊ ഏറ്റവും ഗംഭീരമായിട്ട് മത്സരിച്ചിരിക്കുന്നത്. ടീം പാത്തു, ഗംഭീര ഡാൻസ് ആയിരുന്നു, അതിഗംഭീരമായ ഡാൻസ്, നല്ല തരിപ്പുള്ള റൗണ്ട്. അതെ, പറയാതെ വയ്യ. അതെ, ഇനി ബാക്കി ഇവരുടെ കയ്യിൽ ഇനി എത്ര അവശേഷിക്കുന്നു എന്ന് നോക്കണം. യെസ്, അപ്പൊ എന്തായാലും ടീം എ 20,000 രൂപയാണ് ഇട്ടത്. ആ 20,000 രൂപയുടെ 2 ഇരട്ടി, അതായത് 40,000 രൂപ അവർ സ്വന്തമാക്കി കഴിഞ്ഞു.
അതിന്റെ കൺഗ്രാചുലേഷൻസ്. പക്ഷേ ബാക്കിയുള്ള 2 ടീമുകളും ഇട്ട കാശ് മൊത്തം തിരിച്ച് ബാങ്കിലേക്ക് തരേണ്ട സമയമാണ് മക്കളെ. ഞാൻ പോയി മേടിക്കണം. മേടിച്ചോ. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവരുടെ കയ്യിൽ എത്രയാണ് അവശേഷിക്കുന്ന തുക എന്ന് നോക്കണം. ടീം എ 1,50,000 രൂപ, ടീം ബി 65,000 രൂപ, ടീം സി 80,000 രൂപ. നിലവിൽ എന്തായാലും ഇപ്പൊ ടീം എ ആണ് വിജയിച്ചു നിൽക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഈ റൗണ്ട് അവസാനിച്ച സ്ഥിതിക്ക് നമുക്കിനി ആവേശത്തോടു കൂടി അടുത്ത റൗണ്ടിലേക്ക് കടന്നാലോ. ഏതാണ് അടുത്ത റൗണ്ട്? അടുത്ത റൗണ്ടിന്റെ പേര് പെട്ടെന്ന് തീർത്ത ഉടനെ അടുത്ത പണി തരാം. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത തന്നെ തീർന്നാൽ അടുത്ത പണിയാണ്. നമുക്കിവിടെ ഒരു അലമാരയുണ്ട്. നല്ല കളർഫുൾ അലമാരയാണ്. അതിനകത്ത് നിറയ്ക്കാനുള്ള ബോക്സുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കുറച്ച് പാട്ടുകൾ തരും. നിങ്ങളുടെ സമയം 3 മിനിറ്റ് ആണ്. ആ 3 മിനിറ്റ് കൊണ്ട് ഈ പാട്ടുകളിലെ താരങ്ങൾ ഇങ്ങനെ 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 നടക്കണം. I am sorry, Aliya. You please help yourself. മടിച്ചേട്ടൻ. കലാപം മടിച്ചേട്ടൻ. ആ കൈകൾ പൂജാവത്ര 4. നിങ്ങളുടെ പണി തീർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മണിയുണ്ട്. എത്ര ബെറ്റ് വയ്ക്കുന്നു? ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 3 ഇരട്ടിയാണ്. 30 വെച്ചിരിക്കുന്നു. 30,000. ടീം എ 30,000, ടീം ബി 25, ടീം സി 20. എന്തുവാടേ 3 ഇരട്ടി കിട്ടുന്നു? പൈസയൊക്കെ ശ്രദ്ധിച്ച് ചെലവാക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങാൻ പോവാണ്. ടീം എ ആണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത്. ഓടുന്ന ജോൺ വരുന്നു, നിൽക്കുന്ന ശ്രുതി വരുന്നു. വരൂ. ഓടും ജോൺ. അപ്പൊ നമ്മൾ മത്സരം തുടങ്ങാൻ പോവാണ്. റെഡി? തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മണി അടിക്കാനും മറക്കരുത്. അത് ടൈമാണ് നിങ്ങളുടെ. അതെ, റെഡി? റെഡി. വന്നു. ആലുവ പുഴയുടെ തീരത്ത് ആ നിവിൻ പോളി. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഫാസ്റ്റ് ആയിട്ട് എടുത്തോ. ഓൾറെഡി കംപ്ലീറ്റ്. പിന്നെ ആരാണ് ആ പാട്ടിലുള്ള ആരാണ് ഇതിന്റെ അകത്തുള്ള? അതാരാ? നന്ദിനി അല്ലേ? ആ, നന്ദിനിയല്ല, പശു. അടുത്തത് ഉദിച്ച ചന്ദ്രന്റെ സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. മോഹിനി. ജോണി ഇവിടെ മോഹിനി. യെസ്. ഉദിച്ച ചന്ദ്രന്റെ പണ്ടത്തെ പഞ്ചാബി ഹൗസ്. മോഹിനി എടുക്ക് ജോണ. 1 മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞു. താഴ്ത്ത്. നൈല. ജോണ ചെമ്മച്ചേട്ടൻ അവിടെ. ഫസ്റ്റ് മണിച്ചേട്ടൻ. കൈകൊട്ട്. 2 മിനിറ്റ്. മണിച്ചേട്ടൻ. കലാപം മണിച്ചേട്ടൻ. ആ കൈകൊട്ട് പെണ്ണെ. പിന്നെ നന്ദിനി. അടുത്തത് വാസ്കോ ഡ ഗാമ. ലാലട്ടൻ. സിദ്ദിഖ്. കൈകൊട്ട് പെണ്ണെ. കൈകോട്ട്. ആരാണ് ആർട്ടിസ്റ്റ്? ആരാണ്? ഇതാണെന്ന് തോന്നുന്നു. ടൈം ആവാറായി. വെച്ചിട്ട് അടിച്ചോ. മാത്തു. യെസ് കലു. 3 മിനിറ്റ് ആവാൻ 6 മിനിറ്റ് അവശേഷിക്കുകയാണ്. കോളേജിന്റെ പേര് ചപ്പെടുത്തി കാൽക്കുലേറ്റ് ചെയ്ത കയ്യിൽ പോയി. 3 മിനിറ്റ് ആവാൻ വെറും 6 മിനിറ്റുകൾ സെക്കൻഡ്. ആദ്യത്തത് ശരിയാണോ? ആലുവ പുഴയുടെ തീരത്ത്. ആലുവ പുഴയുടെ തീരത്ത് നിവിൻ പോളിയാണ് നായകൻ. പ്രേമം എന്ന സിനിമയിലെ പാട്ടാണ്. അനുപമ പരമേശ്വരിയാണ് നായിക. അത് കഴിഞ്ഞാൽ കിച്ചു. ശരിയാണ്.
ഇനി രണ്ടാമത്തെ പാട്ട് ഏതായിരുന്നു? ഉദിച്ച ചന്ദ്രന്റെ മോഹിനിയാണല്ലേ നായിക? മോഹിനിയാണല്ലേ നായിക? അതെ 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 ഉറപ്പാണല്ലേ? കാലുണ്ടല്ലേ? അത് കറക്റ്റ്. അപ്പൊ രണ്ടാമത്തെ കറക്റ്റ്. ഇനി മൂന്നാമത്തേത് അത് കറക്റ്റ് ആണ്. മനമറിയുന്നോള് അത് കറക്റ്റ്. ജോയിച്ചേട്ടൻ, നൈല, ചെമ്മൻ കറക്റ്റ് ആണ്. ഇതാണ് എനിക്ക് സംശയം. അത് ഉറപ്പാണ്. ഉറപ്പാണോ? പെണ്ണെ. ഇത് എനിക്ക് സംശയമുണ്ട്. കലാഭവമണി കറക്റ്റ് ആണ്. കലാഭവമണി കറക്റ്റ് ആണ്. നന്ദിനി കറക്റ്റ് ആണ്. നന്ദിനി കറക്റ്റ് ആണ്. പക്ഷേ ജനാർദ്ദന് കറക്റ്റ് ആണ്. അഞ്ചാമത്തെ കറക്റ്റ് ആണ്. നോക്കാം. 1, 2, 3 അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ശരിയാണ്. എല്ലാം ശരിയാണ്. ഇതുവരെ വളരെ ശരിയാണ്. പക്ഷേ 3 മിനിറ്റ് ആവാനായിട്ട് 6 സെക്കൻഡ്. അതെ, അതാണ്. യെസ്. അപ്പൊ ഏതായാലും ടീം എ വിജയകരമായിട്ട് അവരുടെ ദൗത്യം പൂർത്തീകരിച്ച് പോഡിയത്തിലേക്ക് മടങ്ങുകയാണ്. ഒരു കൈ കൊടുക്കാം. ടീം ബി വാ. അർജുന, അപ്പൊ നമ്മൾ അമ്പും വില്ലെടുത്ത് അങ്കം തുടങ്ങല്ലേ? ഓക്കെ. എന്ത് കാണുന്നു ഇപ്പോ? ഇപ്പോൾ കിളിയുടെ കണ്ണ് മാത്രം. കണ്ണ് മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങാൻ പോവാണ്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. മുത്തപ്പന് നിവിൻ, മറ്റേ സുരേഷ് ഏട്ടൻ, രഞ്ജിയേട്ടൻ. അങ്ങനെ അടുത്ത പാട്ട് വെച്ചോ. പിന്നെ വെക്കാം. കൽക്കണ്ടമലേ. ജയസൂര്യ. ഒരു മിനിറ്റ് കഴിഞ്ഞു. പുലരിക്കിണ്ണം. സിജ, വെയിറ്റ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആണോ നിങ്ങള്? എനിക്ക് പേര് പെട്ടെന്ന് വേറെ ആരെയും കിട്ടുന്നില്ല. ശ്രീനേട്ടനുണ്ടോ? ഇന്നോ ഞാൻ എന്റെ മുറ്റത്ത് മറ്റേ മാധു. അല്ല ഐ എം സോറി അളിയാ. യു പ്ലീസ് ഹെൽപ് യുവർസെൽഫ്. സമയം എത്രയായി? സമയം 7, 2 ബോക്സുകൾ ഫില്ലാവാനുണ്ട്. 5, 4, കാവ്യ അല്ല 2, 1 ടൈം ഔട്ട്. മാത്തു. യെസ് കലു. ശരിക്കും ഒരു പണിക്കാരനെ നിർത്തിയ പോലെ അർജുന നിർത്തിയിരുന്നു. ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഒരു അസോസിയേറ്റ് ഡയറക്ടർ ആണോ ഇത്? അയ്യോ, അങ്ങനെയൊന്നും പറയില്ല പ്ലീസ്. പെട്ടെന്ന് നമുക്കൊന്നും ക്യാരക്ടേഴ്സ് ഒന്നും പിടികിട്ടുന്നില്ല. ഒന്നാമത്തെ പാട്ട് എന്ന് പറയുന്നത് മുത്തേ പൊന്നെ പെണ്ണങ്ങല്ലേ? അതൊക്കെയാണ്. നിവിൻ പോളിയുടെ പാട്ടാണ്. രണ്ടാമത്തെ റോയില് പാട്ട് കൽക്കണ്ടമലേ. തെറ്റിയില്ലേ മാത്തു? പാട്ടില് സിനിമയിൽ ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ ആ പാട്ടിൽ ആ പാട്ടെന്ന് പറയുന്നത് പൃഥ്വിരാജ് നേരെ കോളേജിലേക്ക് കയറി വരുന്ന സമയത്ത് എന്തായിരുന്നു? പൃഥ്വിരാജ് വരുമ്പം ഇവര് റോമയും സമൃദ്ധി രമ്യ നമ്പീഷിനെ കുറിച്ച്. അവിടെ ആരാ ഇരിക്കുന്നത്? ജയസൂര്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മണി അടിക്കുന്നവരെ തിരിച്ചു വെക്കാമല്ലോ. എനിക്കിനി തിരിച്ചു വെച്ചു. ഞാൻ മണി അടിച്ചില്ല. അർജുന, നീ ഞങ്ങളെ മണി അടിച്ചില്ല. ഇനി പൂർത്തിയാക്കിയിരിക്കുന്നത് 4ാമത്തേതാണ്. അതില് നമ്മുടെ DQ ഉണ്ട്, തിലകൻ സാറുണ്ട്, നിത്യയുണ്ട്. അത് കറക്റ്റ് ആയിരിക്കും? സംശയം വേണ്ട, അത് കറക്റ്റ് ആണ്. 5 എണ്ണത്തില് 3 എണ്ണവും തെറ്റിച്ചു. 2 എണ്ണമാണ് ശരിയാക്കിയത്. അർജുന, നീ ശരിക്കും ഏത് കിളിയുടെ കണ്ണാണ് കണ്ടത്? ഞാൻ ആലോചിക്കുന്നത് ഏത് കിളിയുടെ കണ്ടത്? കിളി മറന്നുപോയി. ഇനിയിപ്പോ നിങ്ങൾ പോഡിയത്തിലേക്ക് തിരിച്ചു നോക്കാം. ബാക്കി എന്താ തോന്നുന്നു? യെസ്. അപ്പൊ എന്തായാലും ഇനി 3ാമത്തെ ടീം വരെയല്ലേ? സഞ്ജു, യെസ്, തുടങ്ങാല്ലേ നമ്മള്? തുടങ്ങാൻ പൊളിക്കാണ്. ഓക്കെ, 3, 2, 1 വരട്ടെ. ഫസ്റ്റ് ലവ് പൊട്ടിയ കുപ്പായം. നിവിൻ. ഇന്നസെന്റ് എടുക്കും. ഇന്നസെന്റുകൾ ഫസ്റ്റ് മോള്. ഭയങ്കര സൈക്കോളജിക്കൽ മൂവ്. സുരേഷ് ഏട്ടൻ എടുക്കും. സുരേഷ് ഏട്ടൻ വൻ വാശിയിലാണ്. ഫസ്റ്റ് നെടുമുടി വേണു.
ഇത് ഞങ്ങൾക്ക് തന്നെ കിട്ടണല്ലോട്ടാ. കൊള്ളാലോ, ഇത് കളി കൊള്ളാലോ. ബോബൻ ചേട്ടൻ നേരെ ബോബൻ ചേട്ടൻ 4 ബോക്സ് 4 ലാല് സ്ട്രൈറ്റ് 3 അടുത്ത ശാലിനി 4 1 മിനിറ്റ് കഴിഞ്ഞു. ബുദ്ധിപരമായ നീക്കം. അജു 1 ഭാവനയുണ്ടോ ഭാവന എടുത്തോ 2 മിനിറ്റ് കഴിഞ്ഞു. പൂജാഭദ്ര 4 പൂജാഭദ്ര 5 2 മമ്മൂക്ക 2 മമ്മൂക്ക കാവ്യ ഓപ്ഷൻ സംയുക്ത കല്ലു, ഇത്രയും ബുദ്ധി ഞാൻ എന്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് സരയുടെ സമയം. ഞാനാണെങ്കിലേ സ്പ്ലിറ്റ് കോൺസെൻട്രേഷൻ ഇല്ല എനിക്ക്. അപ്പൊ ഞാൻ ഏതെങ്കിലും കോൺസെൻട്രേഷൻ നമുക്ക് 5ാമത്തെ പാടിയും തുടങ്ങാം. അമ്മൂമ്മക്കളി വായാടി, ഇന്നസെന്റ് ഉണ്ട്, നെടുമുടി വേണുണ്ട്, പൂജാഭദ്ര. യെസ്, പൂജ. ഒരു സംശയം വേണ്ട, കറക്റ്റ് ആണ്. ശരി, 4ാമത്തെ പാട്ട് പ്രായം തമ്മിൽ മോഹം നൽകി. കറക്റ്റ് അല്ലേ? ഒരു സംശയം വേണ്ട, കറക്റ്റ് ആണ്. എന്റെ തെങ്കാശി പൈങ്കിളി. ആ പാട്ടിനകത്ത് ശരിക്കും ലാൽ സാർ ഇല്ല എന്നാണ്. സരയും ഡൗട്ട് ഉണ്ടോ? അങ്ങനെ സാറുണ്ട്, പാട്ടിൽ ലാൽ സാറുണ്ട്. ഉണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ നോക്കട്ടെ, മറ്റേ അതിലുണ്ടോ ലാൽ സാറുണ്ട്? ഒരു പ്രശ്നമില്ല, അവിടെ ശരി. 1ാമത്തെ പാട്ട് കുടുക്ക് പൊട്ടിയ കുപ്പായം. ഒരു സംശയം വേണ്ട. 2ാമത്തെ പാട്ട് ചിരി ചിരിയോ. നമുക്ക് ഭാവന, ക്രോണിക് ബാച്ചിലർ, രംഭ, ക്രോണിക് ബാച്ചിലർ. കറക്റ്റ് ആണ്. എല്ലാം ശരിയാണ്, വളരെ ശരിയാണ്. എന്തായാലും ടീം എ 3 മിനിറ്റ് പൂർത്തീകരിക്കാനായിട്ട് 6 മിനിറ്റ് ഉള്ള സമയത്താണ് പൂർത്തീകരിച്ചത്. 6 സെക്കൻഡിന്റെ ഡിലേ ഉണ്ടായിരുന്നു. അതെ, 54 സെക്കൻഡ്. 3ാമത്തെ റൗണ്ട് ആയിരുന്നു. വെച്ച കാശിന്റെ 3 ഇരട്ടിയാണ് കിട്ടാനായിട്ട് പോകുന്നത്. ടീം എ ആണോ ടീം സി ആണോ വിജയിച്ചത്? ടീം എയും സിയും തമ്മിൽ നടന്ന വാശിയേറിയ കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നു ടീം സി. 2 മിനിറ്റും 40 സെക്കൻഡും കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. കുടുക്കു പൊട്ടിയ കുപ്പായം. ഇനി ഇവരുടെ കയ്യിൽ അവശേഷിക്കുന്ന പൈസയും കൂടെ പറയാം. ടീം എ 75,000 75,000 രൂപ. ടീം ബി 40,000 രൂപ. ടീം സി 1,20,000 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ റൗണ്ടിലേക്ക് പോയാലോ? അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ ആവേശത്തോടു കൂടിയിട്ട് അടുക്കുകയാണ്, കടക്കുകയാണ്. കുട്ടിക്ക് മലയാളം അറിയാം. Hey, what's your name? Irina. Irina. From Russia. അറിയാവുന്ന ഇംഗ്ലീഷിലുള്ള 2 ചോദ്യം കഴിഞ്ഞേ. 3ാമത്തെ ചോദ്യം മാത്യു. 3ാമത്തെ ചോദ്യം, how old are you? Kalowski. Matowski. Yes. Adipoli. അതെ, എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കില്ല എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾ മലയാളം പഠിപ്പിച്ചു. അത്രേ ഉള്ളൂ സംഭവം. അതുകൊണ്ടാണ് ഇപ്പൊ കസാക്കിന്റെ ദിവസമൊക്കെ വായിക്കുന്നത്. അതെ, നമുക്ക് എന്നാ കാര്യത്തിലേക്ക് കിടന്നാലോ? കാര്യത്തിലേക്ക് കിടക്കും. നമ്മൾ എറീനക്ക് ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കും ഹെഡ്ഫോണിലും. എറീന ആ പാട്ട് പാടും. ആ പാട്ട് ഏതാണെന്ന് നമ്മൾ പറയാം. ഇത് നമ്മുടെ ഫൈനൽ റൗണ്ട് ആണ്, 4ാമത്തെ റൗണ്ട് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ 5 ഇരട്ടിയാണ് പ്രൈസ് മണി മാറാൻ പോകുന്നത്. എന്ന് വെച്ചാൽ വിജയിക്കുന്ന ടീമിന് എത്രയാണോ വെച്ചത്, 1 ലക്ഷം വെച്ച് കഴിഞ്ഞാൽ 5 ലക്ഷം കിട്ടും. ഏറ്റവും കുറവ് കാശുള്ള ടീം ബിക്കാണ്. എത്ര രൂപയുള്ളത്? ഞങ്ങൾ മുഴുവൻ വെക്കുന്നു. എത്ര? 40,000. ടീം ബി 40 വെച്ചു. നിങ്ങൾ എത്ര വെച്ചു? ടീം എ അവര് വെക്കട്ടെ.
എന്നാ സി പറയൂ. 50 ഉറപ്പിച്ചു. അപ്പൊ 40, 50. നിങ്ങൾ എത്ര വെക്കുന്നു? 60 വെച്ചു. കലു. അപ്പൊ ടീം എ 60, ടീം ബി 40, ടീം സി 50. സാധാരണഗതിയിലുണ്ടല്ലോ നമ്മൾ ഈ റൗണ്ടിൽ നിന്നുള്ളല്ല, നമ്മുടെ ഈ ഗെയിമിൽ, നമ്മുടെ ഈ എപ്പിസോഡിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് സാധാരണ കാശ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാം. നമുക്കപ്പോ നേരെ കടന്നാലോ? നേരെ മത്സരത്തിലേക്ക് കടക്കാം. റെഡി അല്ലേ? റെഡി. 3 ടീമുകൾ റെഡിയാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഇത്തനാനെ പുട്ടായിലി തെറ്റാലി ഒറ്റേറാനെ തെത്തിരി കുയിതാലി ഒറ്റേരി ഇത്തനാനെ പുട്ടായിലി തെറ്റാലി ഒറ്റേറാനെ തെത്തിരി കുയിതാലി ഒറ്റേരി. പാടിക്കോ. കുയിലാളെ പാടിക്കോ. വേണം, കുഴൽ വേണം, കുരവ വേണം. കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. 13 സെക്കൻഡിൽ കൂടുതൽ ഞാൻ ഒരു പെൺകുട്ടി ആദ്യമായിട്ടാണ് നോക്കുന്നത്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അടിപൊളി. ഇത് ഭാര്യ കൂടെ അറിഞ്ഞാ മതി. അടുത്ത പാട്ട്. പഞ്ചി വർണ്ണേ ഒറ്റ പോലെ പഞ്ചവർണ്ണ പാടിക്കോ. പഞ്ചവർണ്ണ തത്ത പോലെ മുന്നി വന്ന പെണ്ണേ. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ടൻ നെഞ്ചു തളരുന്നു. നെക്സ്റ്റ് സോങ്. പഞ്ചി വർച്ചി തൂരിയിച്ചി താനൂരേച്ചി മീനിരേച്ചി പങ്കാരേച്ചി മോരും വെച്ചി വാ പഞ്ചി വർച്ചി തൂരിയിച്ചി താനൂരേച്ചി മീനിരേച്ചി പങ്കാരേച്ചി മോരും വെച്ചി വാ. തന്തി വങ്കാ ചീച്ചി ചൂരി വക്കാൻ ചാരത്തി നിന്നെ തന്തി. ഹായ് സുഭാഷ്. 1, 2, 3, 4. ഇന്ദ്രരത്നം. ഹായ് ഇന്ദ്രരത്നം. പൂച്ച മിലിക്ക 1, 0. ടൈം ഔട്ട്. 2. പാട്. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, തങ്കഭസ്മക്കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നു മുടക്കും ഞാൻ തിരുവിൽവാമലയിൽ. അടുത്ത പാട്ട്. കദാലേ കദാലേ ചേച്ചി കദാലേ തൂമാലേ കദാലേ കദാലേ ചേച്ചി കദാലേ തൂമാലേ. പാട്. കദാലേ തം കദാലേ ടീം കദളി ചെങ്കദളി. കദളി കദളി. റഷ്യയിൽ ഈ സ്റ്റെപ്പ് ഇല്ല. റഷ്യ ടീം ഒരിക്കൽ കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. ആവേശമുണ്ട്. പുലിമണി ആ ഉലലിനി ആ പുലിമണി ആ ഉന്തലിത്തിമാ ഉതലിത്തലി കൂലരേമാ പുലിമണി ആ ഉലലിനി ആ ഉന്തലിനി. ഒന്ന് പാട്. നിങ്ങൾ തന്നെ പാട്. ഓണമഞ്ഞില്ലോ. ആണോ?
ഇരിനയ്ക്ക് എല്ലാവരും ചേർത്ത് ഒരു ഗംഭീര കൈയ്യടി കൊടുത്തേ. ഇരീന കലേശേട്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കലേശൻ നൈസായിട്ട് അവിടെ പോകുമ്പോ വേറൊരാള് ക്യാപ്പിലൂടെ കയറി ഗോൾ അടിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഗോൾ പോസ്റ്റ് കിട്ടുന്നുള്ളൂ. റെഡി? നെക്സ്റ്റ് സോങ്. അരനെ അരനെ ഊട്ടത്തെ അരനെ ആരാനേ ആരാനേ മുതനനിക്കന ആരാൻ ആരാനേ ആരാനേ ഉടുപിടിക്കുന്ന ആരാനേ. അടുത്ത പാട്ട്. അടുത്ത പാട്ട്. Sucedendo പറയട്ടെ. para tu Stop, stop, stop. പറയ്. മഴ പെയ്യുന്നു തെറ്റി. മഴ പെയ്യുന്നു മഴ പെയ്യണേ. Wait, wait, wait. രണ്ട്. ഓ ബാബാല. അതും ഞാൻ ക്യാഷ് എല്ലാം തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ടീമിന് മാത്രം 3,20,000 രൂപ നമ്മൾ കൊടുക്കും. ബാക്കി 2 ടീമുകളെ നമ്മൾ തൽക്കാലത്തേക്ക് സംഭവിച്ചതായി പറഞ്ഞു. അതെ, സോ സോറി. അതെ, നമുക്ക് നോട്ടായിട്ട് കൊടുക്കട്ടെ, ചെക്ക് ആയിട്ട് കൊടുക്കും. ഞാൻ കാര്യങ്ങൾ നമ്മൾ പരിഷ്കരിക്കാനാണെന്ന് എല്ലാവരും അറിയട്ടെ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവർക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്ന കാര്യം. അതെ, കല്ല് കൊടുക്കുന്നില്ല, ഞാനാണ് കൊടുക്കുന്നതെന്ന്. ഞാൻ ആരുമായിട്ടാണ് സംസാരിച്ചെന്ന് അറിയാവോ? ഇല്ല. എനിക്ക് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്പോൺസർമാരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ മോംസ് ആണ്. അടിപൊളി. 3 വിശിഷ്ട വ്യക്തികളെ, അതായത് ഡോക്ടർ മോംസിന്റെ 3 അമരക്കാരെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. റോയ് ക്രിസ്റ്റി, CEO ഓഫ് കിഴക്കങ്കര ബിസിനസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ജെറാൾഡ് ക്രിസ്റ്റി, ഡയറക്ടർ ഓഫ് ഫിനാൻസ്, and Harrison Robinson, Director of Sales. 3 പേരെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു സംശയമുണ്ട് സാർ. നമ്മൾ എപ്പിസോഡിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ മോംസ് എന്ന്. അപ്പൊ എന്താണ് പ്രോഡക്റ്റ്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ഡോക്ടർ മോംസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ് പ്രോഡക്ട്സുകളാണ്. ഇതിൽ മെയിനായിട്ട് വരുന്ന ഹാൻഡ് വാഷ്, ലിക്വിഡ് വാഷ്, അങ്ങനെ കുറേ പ്രോഡക്റ്റ് ഉണ്ട്. ഫ്ലോർ ക്ലീനർ. നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഡോക്ടർ മോംസ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ന്യൂ ബോൺ ബേബീസിന് ക്ലോത്ത് വാഷ് ചെയ്യുന്ന ലിക്വിഡ് വാഷാണ്. നമുക്ക് ഇന്ത്യയിലെല്ലാം വേൾഡിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പോ ഒരുപാട് തരത്തിലുള്ള വാഷിംഗ്, അതിനു വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള കമ്പനീസ് ഉണ്ട്. എന്താണ് ഈ ഡോക്ടർ മോംസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്? അത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ആയിട്ട് പ്രോഡക്റ്റുമായിട്ട് കിടപിടിക്കുന്ന ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്നും കുറഞ്ഞ പ്രൈസും ആയിരിക്കും. ആ രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത്. ഇനി ഡോക്ടർ മോംസിന്റെ പ്രോഡക്റ്റ് ലോഞ്ച് ആണ്. അത് നമ്മുടെ ഈ വേദിയിൽ വെച്ച്, റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ വെച്ച്. ഇനി നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഇപ്പൊ നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ അവർക്ക് നൽകിക്കൊണ്ട് നമുക്കിതിന്റെ ഒഫീഷ്യൽ ലോഞ്ച് അങ്ങ് നിർവഹിക്കാം. ഇത് സ്വയംവര സിൽക്സ് co-presents Let's Rock and Roll. Blockbuster partner MyG, co-powered by Dr. Moms. And cosmetic partner Dazzler Echena. Let's rock!